മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇംഫാലിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. വീടുകൾക്ക് തീവെച്ച് നശിപ്പിച്ചതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ്. സ്വാതിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാതി, മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയല്ലേ, എന്താണ് വിശദാംശങ്ങൾ? ബിനു, തീർച്ചയായും മണിപ്പൂരിൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അക്രമ സംഭവങ്ങളാണ് മണിപ്പൂരിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇംഫാൽ ജില്ല എന്ന് പറയുന്നത് മെയ്തികൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയാണ്. ആ സ്വാധീന മേഖലയിലാണ് കഴിഞ്ഞ ദിവസം 6 മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരുടെ മൃതദേഹം കണ്ടെടുത്തത്. അവരെ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ക്യാമ്പിൽ നിന്നും കാണാതായത്. അവരുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ ജില്ലയിൽ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. സംഘർഷഭരിതമായി തന്നെ മണിപ്പൂർ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർഫ്യൂ അടക്കം ഈ ജില്ലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്റർനെറ്റ് സംവിധാനവും പൂർണ്ണമായും നിരോധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മണിപ്പൂർ ഉള്ളത്. അതിനിടെയാണ് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 23 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ മണിപ്പൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വിവിധ കേസുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെയും മുഖ്യമന്ത്രി ബീരൻ സിംഗ് അടക്കമുള്ളവരുടെ വസതിയിലേക്ക് അക്രമം അഴിച്ചുവിട്ടിരുന്നു. പോലീസിന് ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത്തരത്തിൽ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ 23 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അപ്പോൾ മണിപ്പൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരന്തരമായ അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വെടിവെപ്പടക്കം സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ. എന്നാൽ ഇതുവരെയും ഈ മണിപ്പൂരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടികളും സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ ശ്രദ്ധാർഹമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വംശീയ കലാപം ആരംഭിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളമായിട്ടും ഇവിടെ ഈ മണിപ്പൂർ സംസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെയും ഈ വംശീയ കലാപത്തെ കൂടുതൽ ആളിക്കത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെയും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് മണിപ്പൂർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിനു, സ്വാതി, ഇംഫാലിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 23 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ, വീടുകൾ തീവയ്ക്കുന്നത് ഉൾപ്പെടെ മറ്റ് സാധന സാമഗ്രികൾ തന്നെയും നശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ, അതായത് 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ സംഘർഷങ്ങൾക്ക് ഒരു അയവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. സുരക്ഷാ സേനയ്ക്കൊക്കെ പ്രത്യേക അധികാരം നൽകുന്ന ഒരു സാഹചര്യം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ ഈ സംഘർഷത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചു പോകേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അക്രമ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സൈന്യമടക്കം നടപടികൾ സ്വീകരിക്കാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അക്രമങ്ങൾ ഓരോ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുള്ളത്. കൂടുതൽ മേഖലകളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രകടനങ്ങൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകൾ, അതായത് മെയ്തി വിഭാഗക്കാരുടെയും കുക്കി വിഭാഗക്കാരുടെയും നേതൃത്വത്തിൽ പല മേഖലകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒക്കെ തന്നെയും വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കലാപം തുടരുന്ന സാഹചര്യം തന്നെയാണ്. ബിനു, മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇംഫാലിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 23 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വീടുകൾക്ക് തീവെച്ച് നശിപ്പിച്ചതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ്. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.